സ്റ്റോറി തുടങ്ങുമ്പോൾ ഹെവനെ കാണിക്കുന്ന എൻറ്റയർലി ഡിഫറെൻറ്റ് കളർ തീമുള്ള ഒരു സ്ഥലത്താണ്. ഓൻ്റെ ഇതും കൈയൊക്കെ കളറിൻ്റെത് എന്തോ തീം അതേപോലെ ഇത് പഴയ കാലത്തെ ടി വിയിൽ നിന്ന് കാണുന്ന പോലെ ഉണ്ട്. ഹെവൻ തന്നെ ഫസ്റ്റ് തൻ്റെ കൈ നോക്കി ചിന്തിക്കുകയാണ്. പിന്നെ ഹെവൻ ചുറ്റുവട്ടം നോക്കുന്നത്, ഇതേതാ സ്ഥലം, കൊട്ടാരമൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഏത് സ്ഥലം, എന്താ ഇപ്പം പറ്റിയേ, അങ്ങനെയൊക്കെ ഹെവൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഹെവൻ താനിട്ടൊരു ഡ്രസ്സ് നോക്കുക, ഇതെന്തത്, ഞാനെന്താ മന്ത്രിയോ അല്ല രാജാവിൻ്റെ അമ്മാതിരി ഡ്രസ്സാണല്ലോ എന്ന് നോക്കിയിട്ട് ഇതെന്താ ഇപ്പോൾ സംഭവിച്ച അവനൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് അവിടെ 2 കിങ്ഡംസ് ഉണ്ട്, ദ ബ്രൈവ് ഫോറസ്റ്റും പിന്നെ ടോറസ് സിറ്റിയും. ഇത് രണ്ടും വലിയ കിങ്ഡംസാണ്. അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ് സംഭവം. അപ്പോൾ അവിടെ വാർ നടക്കുന്നതായിട്ട് ഇവൻ കാണുന്നത്. അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ഇവനെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർ ഇവനെ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ചോദിച്ച ആൻസറൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇതിപ്പം എന്തിനാ വാർ നടത്തുന്നത് ചോദിക്കുകയാണ്. അത് ഞങ്ങൾ പണ്ടത്തെ ഒരു ഇതിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാൻ ഞാനിപ്പോൾ എവിടെയാന്ന് ചോദിക്കാം. അപ്പോൾ ഓനെ ഒറ്റ തല്ലിയ അയ്യോ എന്ന് ഹേമൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും ചോദിച്ചേ. അപ്പോൾ ഹേമന് മനസ്സിലായി ഇത് വേറെന്തോ സംഭവമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചാൽ, അല്ല ഈ കിങ്ഡം ഏത് കാലത്താണെന്നോ ഇവരെവിടെ നിന്ന് എഴുതിയ പറയുന്ന പോലെ ഇതാക്കട്ടെ കാണിക്കുകയാണ് എൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇവൻ്റെ കൂടെ ആൾക്കാരൊക്കെ ഇവനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ഓക്കെ എനിക്ക് സമയമൊക്കെ അറിയാം, നിങ്ങൾക്ക് അറിയണ്ട, ഞാൻ നോക്കിയതാണ് സംഭവം. അങ്ങനെ അവന് ഒഴിവാകുന്നുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ വാവ് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവൻ ചോദിച്ചത് ബ്രൈവ് ഫോറസ്റ്റിലെ സോൾജേഴ്സിൻ്റെ ഒപ്പമാണ് കേട്ടോ. ആ ഒരു സൈഡിലാണ് അവൻ നിൽക്കുന്നത്. എന്നാൽ ഓരോട് ചോദിക്കുകയാണ് വേറെ കാര്യം, നിങ്ങൾ രാജാവിനെ കാണാൻ പറ്റുമോ? രാജാവ് വലിയ VIP പോലത്തെ ആളാണ്, നിന്നെ പോലത്തെ ആൾക്കാരെ കാണാൻ പറ്റുമോ? പക്ഷെ നീ എന്നെ കണ്ടിട്ടൊരു മിനിസ്റ്ററിൻ്റെ ലുക്കുണ്ട്, നീയാണോ രാജാവിന് സ്പൈയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. സ്പൈ ആയതുകൊണ്ട് വെച്ച് പറയുകയില്ലല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ അന്ന് രാജാവിനെ ചോദിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹെവൻ ചിന്തിക്കുക, ഞാനിപ്പോൾ മിനിസ്റ്ററായി എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്, ഒന്നും ഒരു പിടി കിട്ടുന്നില്ല. എന്തായാലും രാജാവിനെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ആലോചിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പടയാളിന് രാജാവ് നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പം ഹെവൻ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. എന്നാൽ കൊട്ടാരം ഒരു ബ്രൗണും ഗോൾഡും കലർന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് പോയത്. അതിൻ്റെ അതിൽ പോയപ്പോൾ രാജാവ് ആരാ നോക്കുമ്പോൾ അത് ജാക്കാണ്. ജാക്ക് നെയ്യായിരുന്നല്ലേ ഇവിടുത്തെ രാജാവ് എന്ന് ഹെവൻ പറയുക. അപ്പം ജാക്ക് ചോദിക്കുന്നുണ്ട്, ഏത് ജാക്ക്, എവിടുത്തെ ജാക്ക്, നീ ആരടാ എന്ന് ചോദിക്കുക. അപ്പം ഹെവൻ തിരിച്ച് ഉത്തരം പറയുന്നതിന് മുമ്പ് ജാക്ക് തന്നെ പറയുക, നീ എൻ്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരനല്ലേ, പക്ഷെ ആ ടൈമിൽ എനിക്ക് ജാക്ക് എന്ന് ഇരട്ടപ്പേരുണ്ടായില്ല. അങ്ങനെ ഇരട്ടപ്പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും വെൽക്കം ബ്രദർ എന്ന് പറഞ്ഞിട്ട് അവനെ സ്വീകരിക്കുക. ഐ എം സോറി ബട്ട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ജാക്ക് ചോദിക്കുകയാണ്. അപ്പം ഹെവന് മനസ്സിലായി ഇതെന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. റിയൽ നെയിം അവനാൽ തല്ലിട്ടാൻ ചാൻസ് ഉണ്ട്, വേറെ എന്തെങ്കിലും പേര് പറയാൻ വിചാരിക്കുക. അപ്പോൾ ഹെവൻ പറയാണ് ഹെൻറി. ഹെൻറി എന്നാണോ അല്ലെ വേറെ ഹെൻറി വേണോ? ഒറ്റ ഹെൻറി ഞാൻ പറഞ്ഞപ്പോൾ രണ്ടായതാ. ഓക്കെ എന്ന് രാജാവും പറയാണ്. രാജാവ് സോൾജേഴ്സിനോട് പറയാണ്, ഇവന് വേണ്ടി റൂമൊക്കെ ഇതാക്കി കൊടുക്ക്, സ്വന്തം ആവാണ് പറയുക. അങ്ങനെ ഹെവൻ മറ്റേ സോൾജേഴ്സിൻ്റെ ഒപ്പം റൂമിലെത്തുകയാണ്. അപ്പം സോൾജേഴ്സ് ചോദിക്കുക, രാജാവിനൊക്കെ എനിക്കറിയാം, പക്ഷേ അവൻ്റെ ഫുൾ നെയിം എന്തായാലും ഞാൻ മറന്നു ചോദിക്കുക. ഹൊവേർഡ് സ്റ്റുവേർട്ട് III. അതായിരുന്നല്ലോ അവൻ്റെ ഫുൾ നെയിം, ഞാൻ മറന്നു ഏതായാലും.
പറയാം. ആ ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് സോൾജേബൻ പറയുന്നുണ്ട്. പിന്നെ നമുക്കൊരു കലണ്ടർ തരാൻ പറ്റുമോ? എനിക്ക് കുറച്ച് കോമറ്റ്സൊക്കെ വരുന്ന ഡേറ്റ്സൊക്കെ നോട്ട് ചെയ്യണ്ടായിരുന്നു. ഞാനൊരു ആസ്ട്രോണമിസ്റ്റ് കൂടിയാണ്. എന്ത് ആസ്ട്രോണമിസ്റ്റോ? എന്ന് വെച്ചാൽ സ്പേസ് നോക്കുന്ന ആവല്ലേ? അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞ എനിക്ക് കേട്ടിട്ടെന്തോ പ്രശ്നം പറ്റിയേക്ക് വന്ന് സോൾജർ കറണ്ട് എടുക്കാൻ പോകും. അപ്പോൾ ഇവൻ മനസ്സിൽ പറയാം, ഓ മൈ ഗോഷ്, ഞാൻ എന്ത് ലൊട്ടത്തര കാണിച്ചേ, സ്പെല്ലിങ്ങൊക്കെ ഒരു പരിവായിട്ടാണല്ലോ പറഞ്ഞത്, എൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനത്തൊക്കെ തെറ്റി രീതി വേറെന്താണല്ലോ പറഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിന് ശേഷം ഇവൻ ആ കലണ്ടർ കിട്ടിയിട്ടോ. എന്നാൽ കലണ്ടർ നോക്കുമ്പോൾ വർഷം 1801. ഇതെന്തത്? ഞാനിത് കാലത്താ ഇവിടെ ഞാൻ എങ്ങനെ എത്തി? ഇനി ഞാൻ എന്ത് ചെയ്യാനാന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിന് വല്ല സ്വപ്നമാണോ എന്ന് മനസ്സിൽ വന്നപ്പം തന്നെ ഓൻ പെട്ടെന്ന് ഗ്ലിച്ചടിച്ച് എന്താ പറയുക, അവിടെ കിടക്കാൻ വരുന്ന ആ സീനറി റിപ്പീറ്റ് ചെയ്യാണ്. എന്നുവെച്ചാൽ ഇത് കണ്ടിട്ട് നമ്മൾ വർഷം കണ്ടിട്ട് ഞെട്ടുന്നു. പിന്നെ ഈ വട്ടം ഇങ്ങനെയാണല്ലേ പറഞ്ഞ് ഓൻ ഉറങ്ങുകയും ചെയ്യുന്നത്. അതാണ് സംഭവിക്കുന്നത്. അപ്പം ഹെവൻ ആലോചിക്കുകയാണ്, അല്ല ജാക്ക് ഇവിടെ ഉണ്ട്, ഞാനും ഇവിടെ ഉണ്ട്, അപ്പം ആഡോ ഇവിടെ ഉണ്ടായിക്കൂടെ എന്നാലോചിക്കുക. അങ്ങനെ രാവിലെ ഇങ്ങനെ നോക്കാൻ പോവുക കേട്ടോ, കൊട്ടാരം മുഴുവൻ ഇങ്ങനെ വെറുതെ കറങ്ങി നോക്കാൻ. അപ്പം ഇവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പാണ് ഇവിടെ സ്റ്റാച്ചു ശ്രദ്ധിക്കുന്നത്. നല്ല സ്റ്റാച്ചു, ഇതിപ്പോൾ ഒരു സ്റ്റാച്ചു കണ്ടിട്ടൊരു പരിചയമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ അവനാണോ എന്ന് പറഞ്ഞേ പോട്ടോ. അപ്പം തന്നെ ഗ്ലിച്ചടിച്ചോ വീണ്ടും ആ സീൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ വീണ്ടും ഇങ്ങനെ നടന്നിരുന്ന് കൊവാല സ്റ്റാച്ചു നല്ല തെങ്ങായി കാണാൻ ലുക്കുണ്ട് പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. അപ്പോഴാണ് കിങ് ഹൊവേർഡ് സ്റ്റുവേർട്ട് മൂന്നാമൻ വരുന്നത്. ഹെൻറി, ഇതാണ് നമ്മൾ കൊട്ടാരം, നീ കണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ മന്ത്രിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവൻ്റെ പേരാണ് അഡ്മിറൽ 3. ഇവനും എൻ്റെ മുത്തശ്ശൻ്റെ മിനിസ്റ്ററായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓനെ നോക്കിയപ്പോഴാണ് മനസ്സിലായി, ഇത് ആഡമല്ലേ. അപ്പോൾ ഇതെന്തത്, എനിക്കെന്തോ പറ്റിക്ക് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഹലോ മിസ്റ്റർ അഡ്മിറൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് അവൻ പോവുകയാണ്. അപ്പം ഹൊവേർഡ് സ്റ്റുവേർട്ട് മൂന്നാമനോട് ചോദിക്കുകയാണ്, ഹൊവേർഡ് ബ്രോ, ഈ കൊട്ടാരത്തിന് മുമ്പിൽ സ്റ്റാച്ചു ആരായിരുന്നു? ഞാൻ മറന്നു, എനിക്ക് അറിയായിരുന്നു. അത് നീ മറക്കും, നീ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഫോറിൽ നിന്ന് വരികയല്ലേ ചെയ്യുക. നീ പുറത്തുതന്നെയല്ലേ എന്ന് നമ്മളെ ഹെവനും പറയുക. പിന്നെ അത് പിന്നെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ പണ്ടത്തെ രാജാവാണ്. അന്നേരം ഈ രാജാവ് പണ്ട് ഇവിടെ വേറൊരു ദുഷ്ടശക്തി പോലത്തൊരു സംഭവം ഉണ്ടായിരുന്നു, ഇവിടുത്തെ കിണ്ടത്തെ നശിപ്പിക്കുന്നത്. അന്നേരം അതിന് ഈ രാജാവും പിന്നെ എന്താ പറയുക കുംഭവ്യൂഹം അങ്ങനെ എന്തോ പറഞ്ഞ ചങ്ങായി കൂടെയാണ് ഡിഫീറ്റ് ചെയ്തത്. അതിനങ്ങനെ ഇതിൽ വിട്ടനാണ്. അന്നേരം ഹീസ് എ ഹീറോ ഫോർ അസ് എന്ന് പറയുന്നുണ്ട്. അല്ല, എന്നാൽ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ? അത് നമുക്ക് ഒന്ന് കൊട്ടാരത്തിന് വേറെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ എന്ന് ഹെൻറി പറയാണ്. അപ്പം ഞാൻ ഹെൻറി നോക്കി വിളിക്കാം കേട്ടോ ഇതിൽ. അപ്പം ഹെവൻ ചിന്തിക്കുകയാണ് മനസ്സിൽ, അല്ല എന്നുവെച്ചാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ ഈ കിണ്ണത്തിലെ ആൾക്കാർ, എന്നാൽ ഈ വാവ് നടക്കേണ്ട എതിർക്കിണ്ണത്തിലെ ആൾക്കാരായിക്കൂടെ നമ്മളെ വില്ലൻസ് എന്ന് ചിന്തിക്കുക. പക്ഷെ അപ്പം തന്നെ വീണ്ടും ഗ്ലിച്ചടിച്ച് അവൻ വീണ്ടും ആ സമയത്തെത്തിയ പോലെയായി. പക്ഷെ അവന് മറ്റൊരു മെമ്മറി ഇല്ല. അങ്ങനെ അവൻ നടക്കുന്ന പോലെ കാണിച്ച് ഇത് എൻഡ് ചെയ്യുന്നു.